ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മണ്ഡലത്തിലാണ്. ഇവിടെ ആര് ജയിക്കും? LDF സ്ഥാനാർത്ഥി പി രാജീവ് ജയിക്കുമോ? UDF സ്ഥാനാർത്ഥി അബ്ദുൽ ഗഫൂർ ജയിക്കുമോ? NDA സ്ഥാനാർത്ഥി MP ബിനു വിജയിക്കുമോ? നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം, ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? രാജീവ് ചാൻസ്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഇവിടെ വിജയിക്കാൻ ചാൻസ്? ആരെങ്കിലും ജയിക്കട്ടെ. അല്ല, അങ്ങനെയല്ലോ, ഒരു അഭിപ്രായം കൂടെ പറഞ്ഞേക്കുന്നത്. അബ്ദുൽ ഗഫൂർ ജയിക്കുള്ളൂ. അബ്ദുൽ ഗഫൂർ ജയിക്കും. ഓക്കെ, ആർക്കായിരിക്കും വിജയ സാധ്യത കൂടുതൽ? ഗഫൂർ. ചേച്ചിയുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കുന്നു? എനിക്കറിയില്ല എങ്ങനെ. അല്ല, ആർക്കും അറിയില്ല ഇത് ജയിക്കുന്നതൊക്കെ നമുക്ക് ആ സമയത്ത് അറിയാമല്ലോ, എങ്കിലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആർക്കായിരിക്കും. ചേച്ചിയുടെ ഒരു മനസ്സിൽ ആര് ജയിക്കണമെന്നോ? കോൺഗ്രസ്. അപ്പോൾ അബ്ദുൽ ഗഫൂർ. രാജീവിനാണ് അല്ലേ? ഇവിടെ നമ്മുടെ സഖാവ് പി രാജീവ്. ഓക്കെ, അനിയന്റെ അഭിപ്രായം എന്താണ്? ആര് ജയിക്കുമെന്നുള്ളതാണ് ഈ കളമശ്ശേരി? പി രാജീവ്. ഇവിടെ ഓക്കെ. ചേട്ടാ, ഇവിടെ വിജയ സാധ്യത ആർക്കായിരിക്കും? അബ്ദുൽ ഗഫൂർ. ചേട്ടന്റെ അഭിപ്രായത്തിൽ? രണ്ടുപേർക്കും സാധ്യതകളുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ഒരേ പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ആർക്കായിരിക്കും വിജയ് ഒരു സാധ്യത? രാജീവനായിരിക്കും ചാൻസ് കൂടുതൽ. ഓക്കെ, ഇവിടെ ആർക്കായിരിക്കും വിജയ സാധ്യത കൂടുതൽ? LDF ആണ്, രാജീവൻ. ഇവിടെ വിജയ സാധ്യത ആർക്കായിരിക്കും? വോട്ട് ചെയ്താൽ മാത്രമേ ജയിക്കുള്ളൂ. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കേസ് കേട്ടാ, വോട്ട് ചെയ്താലേ ജയിക്കുള്ളൂ. എന്നാലും നമുക്കൊരു അഭിപ്രായത്തിൽ, കാരണം അറിയാൻ പറ്റുമല്ലോ, UDF തരം കൂടെ എല്ലായിടത്തും. ഇവിടെ മാത്രമല്ല, കേരളം ഒട്ടാകെ അങ്ങനെ തന്നെ ഇവിടെ തിരക്കണം. അപ്പോൾ അബ്ദുൽ ഗഫൂർ ജയിക്കുമെന്നല്ലേ? അനിയത്തിയുടെ അഭിപ്രായം എന്താണ്? രണ്ടുപേരും നല്ല രീതിയിൽ, ഇബ്രാഹിം കുഞ്ഞി സാറാണെങ്കിലും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. രാജീവ് ആണെങ്കിലും ഇപ്പൊ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ജനങ്ങളാണ് വിധി എഴുതുന്നത്. നമ്മളൊരു മനസ്സിൽ ആർക്കും ഒരു മുൻതൂക്കം. 2 കൊല്ലം കമ്മ്യൂണിസ്റ്റിന്റെ CPM കയ്യിൽ ഇരുന്നുകൊണ്ട് ഒരുപക്ഷെ കോൺഗ്രസിന് കിട്ടാനായിരിക്കും സാധ്യത കൂടുതൽ. രാജീവ് വിജയ സാധ്യത കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ആളുടെ പേരെന്താണ്? രാജീവ്. അറിയില്ല. ഇവിടെ ഗഫൂറിനായിരിക്കും സാധ്യത കൂടുതൽ. ആരായിരിക്കും ഇവിടെ നിന്ന് വിജയിച്ചു പോകാൻ സാധ്യത? രണ്ടുപേരും കട്ടക്ക മത്സരമായിരിക്കും. രണ്ടുപേരും കട്ടക്ക മത്സരമാണ്. അപ്പൊ രണ്ടുപേർക്കും ഒരേ പോയിന്റ് കൊടുത്തേക്കാം. കൊടുക്കാം അല്ലേ? രണ്ടുപേരും ജയിക്കും എന്നുള്ളൊരു ജയിക്കല്ല, എങ്കിലും സാധ്യതകൾ രണ്ടുപേർക്കും ഉണ്ട്. ഓക്കെ, താങ്ക് യു. രാജീവ്. ഇപ്പൊ നമ്മളെ ഇപ്പത്തെ ഒരു ഇത് നോക്കുമ്പോ രാജീവിന്റെ പ്രവർത്തനം വെച്ച് നോക്കി പുള്ളിക്ക് സ്കോപ്പ് ഉണ്ട്. ആരായിരിക്കും വിജയിച്ചു പോകാൻ ചാൻസ്? എനിക്കറിയില്ല. രണ്ടുപേർക്കും നല്ല ചാൻസ് ആണ്. രണ്ടുപേർക്കും നല്ല ചാൻസ് ആണ്. രണ്ടുപേർക്കും ഒരേ പോയിന്റ് കൊടുക്കാമല്ലോ. കൊടുക്കാൻ ചാൻസ് കൂടുതൽ എന്ന് പറയൂ. കിണഞ്ഞൊന്നുമില്ല, എങ്കിലും പറയാം. രാജീവ് അല്ലേ? UDF ആണ്. അബ്ദുൽ ഗഫൂർ. രണ്ടുപേർക്കും സാധ്യതയുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ഒരേ പോയിന്റ് അല്ലേ? ആരായിരിക്കും വിജയിച്ചു പോകാൻ ചാൻസ് നമ്മുടെ കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ നിന്ന്? ശരി, രാജീവാണ്. രാജീവ്. ഇവിടെ രാജീവ്. ചേട്ടാ, രാജീവ് തന്നെ. ഇത് മൊത്തം രാജീവ്. ഇവിടെ അത് തന്നെ, രാജീവ് തന്നെ. രാജീവ് തന്നെ. ചേട്ടാ, ആരായിരിക്കും ഇവിടെ നിന്ന് വിജയിച്ചു പോകാൻ ചാൻസ് കൂടുതൽ? രാജീവ്. ആരായിരിക്കും ഇവിടെ നിന്ന് വിജയിച്ചു പോകാൻ ചാൻസ് കൂടുതൽ? UDF ജയിക്കുള്ളൂ. അബ്ദുൽ ഗഫൂർ അല്ലേ? നിയമസഭയിലേക്ക് പോകാൻ ആരായിരിക്കും ചേട്ടന്റെ അഭിപ്രായത്തിൽ? ഗഫൂർ. ഇവിടെ നിന്ന് ആരായിരിക്കും വിജയിച്ചു പോകാൻ ചാൻസ് കൂടുതൽ? രാജീവ് സാർ തന്നെ. ഇവിടെ രാജീവ് നിയമസഭയിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് രാജീവായിരിക്കുള്ളൂ. ഓക്കെ, ആരായിരിക്കും വിജയിച്ചു പോകാൻ ചാൻസ് കൂടുതൽ? ഇവിടെ പി രാജീവ്. നമ്മുടെ മനസ്സിലുള്ളത് ഒപ്പത്തിനൊപ്പമാണ്. അപ്പൊ രണ്ടുപേർക്കും ഒരേ പോയിന്റ് ആണ്. ഓക്കെ, വിജയിച്ചു പോകാൻ ചാൻസ് രാജീവ്. അറിയില്ല, എനിക്കറിയില്ല. അറിയില്ല അല്ലേ? രാജീവനാണ് സാധ്യത. ഓക്കെ, അത് രണ്ടുപേരും പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആദ്യം ഒരാൾ ജയിക്കും. ആയിക്കോട്ടെ. അപ്പൊ ചെക്കാട് അഭിപ്രായത്തിൽ രണ്ടുപേരും ജയിക്കണമെന്നാണോ? അത് എങ്ങനെയാണോ കുഴപ്പമില്ല. അപ്പൊ രണ്ടുപേരും വിജയ സാധ്യതകളുള്ളവരാണ്. അപ്പൊ രണ്ടുപേർക്ക് ഒരേ പോയിന്റ് കണ്ടു കൊടുത്തേക്കാം ഇക്കാടെ അഭിപ്രായത്തിൽ. ഓക്കെ, ഇതാണ് ഞാൻ ചോദിച്ചവരിൽ നിന്നും എനിക്ക് കിട്ടിയ പ്രതികരണങ്ങൾ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.